ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എല്ലാവരും ഡിവിഷണൽ അക്കൗണ്ടന്റ് പഠിച്ചു തുടങ്ങിയെന്ന് വിചാരിക്കുന്നു. നല്ലൊരു പോസ്റ്റാണ് കേരള PSCയുടെ എക്സാം. ജൂൺ ജൂലൈയിൽ ആ ടൈമിലൊക്കെ ആയിരിക്കും എക്സാം വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഡിവിഷണൽ അക്കൗണ്ട് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ഒരു സിമ്പിൾ ആയിട്ടൊരു മാത്സിൽ ഒരു പ്രോബ്ലം നോക്കാം. അപ്പോൾ നിങ്ങൾ ഓഫ്ലൈൻ ക്ലാസ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. കാരണം നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഗസറ്റഡ് പോസ്റ്റ് തന്നെയാണ്. അപ്പോൾ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക. ഒരു 3 മാസം നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ ഇതിനകത്ത് മാത്സിലൊരു പ്രോബ്ലം നോക്കാം. വാട്ട് ഈസ് ദ സൈക്ലിസിറ്റി ഓഫ് 7⁻23? അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഒരു സൈക്ലിസിറ്റീസിൽ നിന്ന് ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു വേർഡായിരിക്കും. കാരണം നമ്മൾ സ്ഥിരം യൂസ് ചെയ്യാത്തൊരു സംഭവമാണ് സൈക്ലിസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ സൈക്ലിസിറ്റി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഒരു പവർ ചെയ്യാൻ നേരത്ത് അതിൻ്റെ ലാസ്റ്റ് 1 ഡിജിറ്റിൽ വരുന്ന സംഖ്യ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് 7⁻23? അങ്ങനെ വേണമെങ്കിൽ പറയാം. അതാണ് ഈ സൈക്ലിസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ 2⁴ സൈക്ലിസിറ്റി എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 2⁴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 × 2 അപ്പോൾ 16. അപ്പോൾ ഇതിൻ്റെ സൈക്ലിസിറ്റി 2⁴ സൈക്ലിസിറ്റി എത്രയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 6ആണ്. കാരണം അതിൻ്റെ ആൻസറിൻ്റെ 1 ഡിജിറ്റ് ഫസ്റ്റ് വൺസിലെ ഡിജിറ്റിൽ വരുന്ന ലാസ്റ്റ് ഇത് പറയുന്നത് നമ്പറിലെ ലാസ്റ്റ് വരുന്ന സംഖ്യയിലാണ് സൈക്ലിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ 7⁻23 എന്ന് പറഞ്ഞാൽ 7നെ 23 ടൈംസ് ഇൻറ്റു ചെയ്ത് നോക്കണം. പക്ഷേ അത്രയും നമ്മൾ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. അതിനൊരു ഷോർട്ട് കട്ട് മെത്തേഡ് ഉണ്ട്. അപ്പോൾ അത് നമുക്കിപ്പോൾ നോക്കാം. അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. എല്ലാ പവേഴ്സും ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്ക് കാണിച്ചു തരാം. ഇപ്പോൾ 7⁻1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7 ആണ്. പിന്നെ 7⁻2 49, 7⁻3 അത് നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. 7⁻3 എന്ന് പറയുമ്പോൾ 7 × 7 × 7 343. ഇനി അടുത്തത് 7⁻4 എന്ന് പറയുമ്പോൾ ഇൻറ്റു 7 ചെയ്യാം. അപ്പോൾ 2401. നെക്സ്റ്റ് 7⁻5 ഇൻറ്റു 7 ചെയ്യുക. അപ്പോൾ 16807. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു പാറ്റേൺ രൂപം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് 7, പിന്നെ വരുന്നത് 9, പിന്നെ 7⁻3 വരുന്നത് 3, 7⁻4 വരുന്നത് 1. അപ്പോൾ ഇതിൻ്റെ പാറ്റേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7 9 3 1. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ 7⁻5 വരാൻ നേരത്ത് വീണ്ടും 7 വന്നിരിക്കുന്നത്. അപ്പോൾ റിപ്പീറ്റിംഗ് ഫംഗ്ഷനാണ്. അപ്പോൾ വീണ്ടും ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ലാസ്റ്റ് ഡിജിറ്റ് ഈ ഫോർമാറ്റിലായിരിക്കും കണ്ടിന്യൂ ചെയ്യുന്നത്. 7931 7931 ഇങ്ങനെ ഒരു ഫോർമാറ്റിലായിരിക്കും ഇത് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ കണ്ടെത്താൻ നമുക്കിവിടെ കണ്ടെത്തേണ്ടത് 7⁻23യുടെ സൈക്ലിസിറ്റിയാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ നമുക്കറിയാം 7ൻ്റെ പാറ്റേൺ എല്ലാ 4 പവർ കഴിയുമ്പോഴും റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടെത്താൻ എളുപ്പവഴിക്ക് 23 / 4 ചെയ്താൽ മതി. അപ്പോൾ ഇത് 4 എന്ന് വെച്ചാൽ 20, ഇത് റിമൈൻഡർ 3 കിട്ടി. അപ്പോൾ ഈ റിമൈൻഡർ 3 വരുമല്ലോ. അപ്പോൾ ഈ 3rd ഡിജിറ്റിലെ നമ്പർ ആയിരിക്കും നമ്പർ ഡിജിറ്റായിട്ട് വരുന്നത്. അപ്പോൾ നമുക്കൊരു പാറ്റേൺ കിട്ടി. 7931 ആണ് ഈ 7ൻ്റെ പാറ്റേൺ. അപ്പോൾ ഇതിനകത്ത് 3rd ഡിജിറ്റ് 1 2 3. അപ്പോൾ ഈ 3. അപ്പോൾ സൈക്ലിസിറ്റി ഓഫ് 7⁻23 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ആണ്. അപ്പോൾ 7⁻23യുടെ സൈക്ലിസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ആണ്. ഇതിൻ്റെ റിമൈൻഡർ 3 കിട്ടിയതുകൊണ്ടല്ലോ എടുത്തത്. അത് പ്രത്യേകം ഓർമ്മ വേണം. അതിനെ കണ്ടിന്യൂസ് ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കിട്ടും. അതിൻ്റെ സൈക്ലിസിറ്റി കണ്ടെത്താൻ നേരത്ത് അതിൻ്റെ 3rd ഡിജിറ്റ്. ഇപ്പോൾ റിമൈൻഡർ 2 ആണ് വന്നിരുന്നെങ്കിൽ നമ്മൾ 9 എടുത്താലേ. റിമൈൻഡർ 1 ആണ് വന്നിട്ടുണ്ടെങ്കിൽ 7 എടുത്താലേ. അത് ഈ 7⁻1ൻ്റെ കൺസെപ്റ്റാണ്. കാരണം ഓരോ 4 സെക്കൻഡ് കഴിയുമ്പോഴും ഇത് റിപ്പീറ്റഡ് പാറ്റേൺ ആയിട്ട് വരും. അപ്പോൾ ഇതാണ് സൈക്ലിസിറ്റി എന്നുള്ള ഫോർമാറ്റ്. അപ്പോൾ ഇത് ഓർത്തിരിക്കാൻ വേണ്ടി നിങ്ങളൊരു ഈ കാര്യം പഠിക്കണം. കാരണം നമ്പർ ഡിജിറ്റ് മാത്രം നോക്കിയാൽ വൺസിൻ്റെ ഡിജിറ്റ് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ സൈക്ലിസിറ്റി ഓഫ് 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2486. അപ്പോൾ ഈ പാറ്റേൺ കഴിയുമ്പോൾ അത് റിപ്പീറ്റ് ആയിട്ട് വരും. അപ്പോൾ 4 ആണ് 2ൻ്റെ സൈക്ലിസിറ്റി. 3യുടെ 3971. 4ന് 2 എണ്ണുള്ളൂ, 4 6. പിന്നെ 5ൻ്റെ ഓൾവേസ് 5 ആയിരിക്കും. 6ൻ്റെ ഓൾവേസ് 6 ആയിരിക്കും. 7ൻ്റെ നമ്മളിപ്പോൾ നോക്കി 7931 ആയിരിക്കും പാറ്റേൺ. സൈക്ലിസിറ്റി ഓഫ് 8 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8426. ആ ഒരു പാറ്റേൺ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. സൈക്ലിസിറ്റി ഓഫ് 9 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ആയിരിക്കും. അപ്പോൾ ഇത് നമ്മൾ കാണാതെ പഠിക്കേണ്ട ഒന്നാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഇത് അറിഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര വലിയ കണക്ക് വന്നാലും നമുക്ക് സിമ്പിളായിട്ട് ആൻസർ കണ്ടെത്താൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. താങ്ക് യു.